എല്ലാവർക്കും നമസ്കാരം. മനുഷ്യജീവിതത്തിൽ ശനിക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളതെന്ന് നമുക്കറിയാം. ശനി ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ്, അതായത് സാറ്റേൺ ഓൺ സ്റ്റേഷനറി മോഡ്. ജ്യോതിഷപ്രകാരം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്ക് നോക്കാം. ശനിയുടെ സ്തംഭനാവസ്ഥ മനുഷ്യജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് ജ്യോതിഷം വിശദീകരിക്കുന്നു. അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുമോ? ഏതെല്ലാം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം? നമുക്ക് ഈ വിഷയങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നില്ല. ചില സമയങ്ങളിൽ അവ നേർഗതിയിലും ചില സമയങ്ങളിൽ വക്രഗതിയിലും കാണപ്പെടുന്നു. ഒരു ഗ്രഹം നേർഗതിയിൽ നിന്ന് വക്രഗതിയിലേക്ക് മാറുന്നതിന് തൊട്ടു മുമ്പോ വക്രഗതിയിൽ നിന്ന് വീണ്ടും നേർഗതിയിലേക്ക് മാറുന്നതിന് തൊട്ടു മുമ്പോ ആ ഗ്രഹം ഏതാനും ദിവസങ്ങൾ നിശ്ചലമായതുപോലെ തോന്നും. ഈ അവസ്ഥയാണ് സ്തംഭനാവസ്ഥ, അതായത് സ്റ്റേഷനറി മോഡ് എന്ന് വിളിക്കുന്നത്. ജ്യോതിഷത്തിൽ ഗോചരങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. ഗ്രഹങ്ങളുടെ ഓരോ ഗതിമാറ്റവും ജീവിതത്തിൽ ചില പ്രത്യേക മാറ്റങ്ങളുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. അത്തരത്തിൽ ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഗോചര ശനിയുടെ സ്തംഭനാവസ്ഥ. ഇപ്പോൾ ശനി 20 ഡിഗ്രി മീനത്തിൽ സ്തംഭനത്തിലാണല്ലോ. അപ്പോൾ മീനത്തിലോ ഇടവത്തിലോ കന്നിയിലോ ധനുവിലോ, അതായത് ശനിയുടെ ദൃഷ്ടികൾ വീഴുന്ന ഈ രാശികളിലെ 15 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെ ജാതകത്തിൽ ഗ്രഹമുണ്ടെങ്കിൽ ആ ഗ്രഹകാരകത്വത്തെയും ഭാവകാരകത്വത്തെയുമാണ് പ്രതികൂലമായിട്ട് ബാധിക്കുവാൻ ഇടയുള്ളത്. വക്രത്തിന് മുന്നോടിയായി 20 ഡിഗ്രി മീനത്തിൽ ജൂലൈ 2 മുതൽ ആഗസ്റ്റ് 21 വരെ ഗോചരശനി സ്തംഭനത്തിൽ നിൽക്കുന്നു. ഇവിടെ 2026 ശനി മീനം രാശിയിൽ നിന്ന് വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നു. അത് 2026 ജൂലൈ 27 തിങ്കളാഴ്ച വെളുപ്പിന് 5:59 ശനിയുടെ വക്രഗതി സഞ്ചാരം ആരംഭിക്കും. ഡിസംബർ 11 വരെ വക്രഗതിയിൽ തുടരുന്ന ശനി നേർരേഖയിൽ സഞ്ചരിക്കാൻ പിന്നീട് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വക്രഗതി സഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു മന്ദഗതിയാണ് ഇപ്പോൾ കാണുന്നത്. സ്വതവേ മന്ദഗാമിയായ ശനി വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണത്തിൽ അതിൻ്റെ ഗതി ക്രമേണ മന്ദമാകുന്നത് പോലെ അനുഭവപ്പെടുന്നു. അതായത് ഒരു പുതിയ ദിശയിലേക്ക് തിരിയുന്നതിന് മുമ്പ് വാഹനം വേഗം കുറയ്ക്കുന്നത് പോലെയുള്ള ഒരു ഉപമയിലൂടെ ഈ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതൊരു ഉപമ മാത്രമാണ്. യഥാർത്ഥത്തിൽ ശനി തൻ്റെ ഭ്രമണപഥത്തിലൂടെ തുടർച്ചയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നറിയണം. സൂര്യനും ശനിയും സൂര്യനെ ഒരേ ദിശയിലാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. എന്നാൽ ഭൂമി സൂര്യനോട് കൂടുതൽ അടുത്ത ഭ്രമണപഥത്തിലായതിനാൽ അതിന് പരിക്രമണ വേഗം ശനിയേക്കാൾ കൂടുതലാണ്. ഭൂമി ശനിയെ മറികടക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് കണക്കാക്കുമ്പോൾ ശനി രാശിചക്രത്തിൽ പിന്നോട്ട് നീങ്ങുന്നത് പോലെ പ്രത്യക്ഷപ്പെടുന്നു. അതിനെയാണ് ജ്യോതിഷത്തിൽ വക്രഗതി എന്ന് വിളിക്കുന്നത്. ഇത് ഒരു ഉദാഹരണത്തിലൂടെ തന്നെ പറയാം. അതായത് 2 ട്രെയിനുകൾ അടുത്തടുത്ത ട്രാക്കുകളിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നത് പോലെയാണിത്. വേഗതയിലെ വ്യത്യാസം കാരണം ഒരു ഘട്ടത്തിൽ ഒരു ട്രെയിൻ പിന്നോട്ട് പോകുന്നത് പോലെ നമുക്ക് തോന്നുമല്ലോ. യഥാർത്ഥത്തിൽ രണ്ടും മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. അതായത് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ സ്ഫുടം ഭൂകേന്ദ്ര കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുന്നത്. അത്തരത്തിൽ ഭൂമിയിൽ നിന്ന് കണക്കാക്കുമ്പോൾ ശനിയുടെ സ്ഫുടം ഒരു ഘട്ടത്തിൽ വർദ്ധിക്കുന്നത് നിർത്തി കുറയാൻ തുടങ്ങുന്നു. ഈ അവസ്ഥയെയാണ് വക്രഗതി എന്ന് പറയുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് കണക്കാക്കുമ്പോൾ ശനിയുടെ സ്ഫുടം ആദ്യം വർദ്ധിക്കുകയും സ്തംഭനാവസ്ഥയിലെത്തുമ്പോൾ മാറ്റം വളരെ കുറയുകയും തുടർന്ന് കുറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ കുറയുന്ന ഘട്ടത്തെയാണ് വക്രഗതി എന്ന് വിളിക്കുന്നത്. ഇനി ശനിയുടെ ഗ്രഹസ്ഫുടം ഒന്ന് പരിശോധിക്കാം. ജൂലൈ 13 ശനി മീനം രാശിയിൽ 11 ഡിഗ്രി 20 മിനിറ്റ് 25 സെക്കൻഡിൽ നിൽക്കുന്നു. തുടർന്ന് 14, 15, 16, 17 തീയതികളിൽ അത് 26, 27, 28, 29, 30, 31 സെക്കൻഡ് എന്നിങ്ങനെ ക്രമേണ ചെറിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. ചില ദിവസങ്ങളിൽ ഒരേ സെക്കൻഡിൽ തന്നെ തുടരുന്നതും കാണാം. അതായത് ശനിയുടെ ഗതി ക്രമേണ മന്ദമാവുകയാണ്. ജൂലൈ 27 6 എന്ന അടയാളത്തോടുകൂടി വക്രഗതി ആരംഭിക്കുന്നു. അതിനുശേഷം സ്ഫുടം 11 ഡിഗ്രി 20 മിനിറ്റ് 30 സെക്കൻഡ്, പിന്നെ 29, 28 എന്നിങ്ങനെ ക്രമേണ കുറഞ്ഞു വരുന്നതായി കാണാം. ഇതാണ് ശനിയുടെ സ്തംഭനാവസ്ഥയിൽ നിന്ന് വക്രഗതിയിലേക്കുള്ള മാറ്റം.
അടുത്തതായിട്ട് ഈ സമയത്ത് സാധാരണയായി എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത വ്യക്തി ജീവിതത്തിലെന്ന് നോക്കാം. അതായത് നമ്മളൊരു വലിയ വളവിലേക്കോ യു ടേണിലേക്കോ ഒക്കെ എത്തുമ്പോൾ വാഹനം സ്വാഭാവികമായിട്ടും വേഗം കുറയ്ക്കാറുണ്ട്. അത് യാത്ര അവസാനിച്ചത് കൊണ്ടല്ല, മറിച്ച് അടുത്ത ദിശാമാറ്റത്തിന് തയ്യാറെടുക്കാനാണ്. അതുപോലെ തന്നെ ജ്യോതിഷത്തിൽ ശനിയുടെ സ്തംഭനാവസ്ഥയും ഒരു പ്രധാന ഗതിമാറ്റത്തിന് മുമ്പുള്ള ഘട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ജീവിതത്തിൽ ചില മേഖലകളിൽ നമുക്കും ഒന്ന് മന്ദഗതി അനുഭവപ്പെടുന്നതായിട്ട് തോന്നാം. തീർപ്പാകാതെ കിടന്ന ചില വിഷയങ്ങൾ വീണ്ടും മുന്നിലെത്താം. ക്ഷമയും സഹനവും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ജോലിയിലും ഉത്തരവാദിത്തങ്ങളിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്നു എന്നറിയുക. പഴയ തീരുമാനങ്ങൾ വീണ്ടും വിലയിരുത്തേണ്ട സാഹചര്യം വന്നേക്കാം. മാനസികമായി ആത്മപരിശോധനയ്ക്കുള്ള പ്രവണത വർദ്ധിക്കാം. അപ്പോൾ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ ഒഴിവാക്കുക. നിയമപരവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. പൂർത്തിയാകാത്ത ജോലികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുക. അച്ചടക്കവും സമയനിഷ്ഠയും പാലിക്കുക. പിന്നീട് പ്രധാനമായിട്ടും പ്രാർത്ഥന, ധ്യാനം, ആത്മപരിശോധന ഇവയെല്ലാം ആവശ്യമായ സന്ദർഭമാണ്. സത്യസന്ധതയും കർത്തവ്യനിഷ്ഠയുമാണ് പരമപ്രധാനം. സേവന മനോഭാവം വളർത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഒന്നറിയണം, ഇവയൊക്കെ പൊതുവായ ജ്യോതിഷപരമായ സൂചനകളാണ്. എല്ലാവർക്കും ഒരേ ഫലം ഉണ്ടാകണമെന്നില്ല. ജന്മജാതകം, ദശ, ഭുക്തി, നിലവിലെ ഗോചരം എന്നിവയൊക്കെ അനുസരിച്ചാണ് വ്യക്തിഗത ഫലങ്ങൾ വിലയിരുത്തേണ്ടത്. സ്തംഭനാവസ്ഥ എന്നത് പല ജാതകത്തിലും സ്തംഭനത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയിൽ ജാതകന് ആ ഗ്രഹത്തിൻ്റെ കാരകത്വം അനുസരിച്ചുള്ള രോഗം, അതായത് ബുധനോ ശനിയോ ആണെങ്കിൽ പാരാലിസിസ് തുടങ്ങിയവ വന്ന് ഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനിയൊരു ഭാവാധിപൻ സ്തംഭനത്തിലാണെങ്കിൽ ആ ഭാവം കൊണ്ട് ഒരു പ്രയോജനവും ജാതകന് ഉണ്ടാവില്ല താനും. അപ്പോൾ രാഹുകേതുക്കളൊക്കെ ആണെങ്കിൽ കൂടെ സ്തംഭനത്തിൽ പോകും. അപ്പോൾ ആ ഡിഗ്രിക്കടുത്ത് ജാതകത്തിൽ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്തംഭനത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്ന ജാതകത്തിലെ ഗ്രഹങ്ങളെയും അവ പ്രതിനിധീകരിക്കുന്ന ഭാവത്തെയും പ്രതികൂലമായിട്ട് ആ കാലത്ത് ബാധിക്കും. ജ്യോതിഷപരമായി ഈ ഗോചരശനി മീനം രാശിയിൽ 20 ഡിഗ്രിയിൽ സ്തംഭനാവസ്ഥയിലായതിനാൽ ഈ ബിന്ദുവിനോട് അടുത്ത് ജന്മചന്ദ്രനോ ലഗ്നമോ പ്രധാന ഗ്രഹങ്ങളോ ഉള്ളവർക്ക് ഈ ഗോചരത്തിൻ്റെ സ്വാധീനം കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് മീനം രാശിയിലും ശനിയുടെ 3ാം ദൃഷ്ടി ലഭിക്കുന്ന ഇടവം രാശിയിലും 7ാം ദൃഷ്ടി ലഭിക്കുന്ന കന്നി രാശിയിലും 10ാം ദൃഷ്ടി ലഭിക്കുന്ന ധനുരാശിയിലും പ്രധാന ഗ്രഹസ്ഥാനമുള്ളവർ ഈ കാലയളവിൽ കൂടുതൽ ശ്രദ്ധയോടെയും ആലോചനയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉചിതമായിരിക്കും. അവർ നിർബന്ധമായിട്ടും പ്രാർത്ഥന, ധ്യാനം, ആത്മപരിശോധന ഇവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുക്കണം. സത്യസന്ധതയും കർത്തവ്യനിഷ്ഠയും പാലിക്കണം. സേവന മനോഭാവം വളർത്തണം. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് ശാസ്ത ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കൂടാതെ ഹനുമാൻ ക്ഷേത്രങ്ങളിലുമൊക്കെ ദർശനം നടത്തുന്നത് അവരുടെ ദോഷസാധ്യതകൾക്ക് കുറവ് വരുത്തും എന്ന് പ്രത്യേകം അറിയുക. ശനിയുടെ സ്തംഭനാവസ്ഥയെ ഭയത്തോടെ കാണേണ്ട കാര്യമില്ല. ശനി ശിക്ഷിക്കുന്ന ഗ്രഹമല്ല, കർമ്മത്തിനനുസരിച്ച് ഫലം നൽകുന്ന നീതിമാനായ ഗ്രഹമാണ്. അതുകൊണ്ട് നന്മയുടെ വഴിയിൽ ജീവിക്കുന്നവർക്ക് ഈ സ്തംഭനാവസ്ഥയെ ഭയപ്പെടേണ്ടതില്ല. ജ്യോതിഷപ്രകാരം ഇത് കൂടുതൽ ജാഗ്രതയോടെയും ഉത്തരവാദിത്തത്തോടെയും മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണെന്ന് മാത്രം മനസ്സിലാക്കുക. കർത്തവ്യനിഷ്ഠയോടെയും സത്യസന്ധതയോടെയും ക്ഷമയോടെയും പ്രവർത്തിക്കുന്നവരെ ശനി ഒരിക്കലും കൈവിടില്ലെന്നാണ് ജ്യോതിഷത്തിൻ്റെ സന്ദേശം. എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.